കാടുണ്ടായിരുന്നു. അവിടെയാണ് സ്വർണപക്ഷി ജീവിച്ചിരുന്നത്. അവളുടെ പേര് അവളുടെ ചിറകിന്റെ സൗന്ദര്യം കൊണ്ടാണ് കിട്ടിയത്. ആ കാട്ടിലെ തന്നെ ഒരുപാട് സൗന്ദര്യമുള്ള പക്ഷിയായിരുന്നു അവൾ. ഒരു ദിവസം സ്വർണപക്ഷി കൂട്ടുകാരികളായ നീലുപക്ഷിയോടൊപ്പവും ടീനുപക്ഷിയോടൊപ്പവും വൈകുന്നേരം കളിക്കുകയായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ഒരു കഴുകൻ പിന്നാലെ വന്ന് അവരെ വേട്ടയാടാൻ വേണ്ടി അവിടെ പറന്നു വരുന്നുണ്ടെന്ന്. സ്വർണപക്ഷി മേഘങ്ങൾക്കിടയിലൂടെ മുകളിലേക്ക് പോയി. പെട്ടെന്ന് ടീനുപക്ഷി കണ്ടു ഒരു കഴുകൻ അവരെ വേട്ടയാടാൻ വരുന്നത്. സുഹൃത്തുക്കളെ, വേഗം താഴെ പോകൂ, കഴുകൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നു. അത് പറയുന്നത് കേട്ട് സ്വർണപക്ഷിയും നീലുപക്ഷിയും താഴേക്ക് പറക്കാൻ തുടങ്ങി. എന്നാൽ ടീനുപക്ഷി അബദ്ധത്തിൽ ഒരു മരത്തിൽ പോയി ഇടിച്ചു. അതിന്റെ ചിറകിൽ പരിക്കേറ്റു. അത് പെട്ടെന്ന് തറയിൽ വീണു. എഴുന്നേൽക്കാൻ നോക്കി പറ്റിയില്ല. ഇത് കണ്ട് സ്വർണപക്ഷിയും നീലുപക്ഷിയും അവിടേക്ക് പോയി. എടി ടീലു, നിനക്കെന്താ പറ്റിയത്? ടീനു, നിനക്ക് കുഴപ്പമില്ലല്ലോ? എന്റെ ചിറകുകൾ നന്നായി വേദനിക്കുന്നു. ഇത് പറഞ്ഞവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ പറ്റിയില്ല. നീ ഇനി അനങ്ങാൻ ശ്രമിക്കണ്ട. അനങ്ങിയാൽ വീണ്ടും വേദന എടുക്കും. എന്നാൽ ഇവിടെ നമ്മൾ എങ്ങനെ ശരിയാക്കും? ഇവളുടെ മുറിവും വേദനയും ശരിയാക്കാൻ നമുക്ക് സുവർണ പുഷ്പം കൊണ്ടുവരണം. അത് കരിമലയിൽ മാത്രമേ ഉള്ളൂ. ഞാനും ആ പൂവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. നോക്ക്, കരിമലയിൽ എപ്പോഴും നല്ല ഇരുട്ടാണ്. എന്നാൽ നിനക്കിപ്പോൾ അവിടെ പോകാൻ പറ്റും. കാരണം നിന്റെ സുവർണ നിറം നിലാവിന്റെ വെളിച്ചത്തിലും തിളങ്ങും. അതിന്റെ വെളിച്ചം കിട്ടും. നിനക്ക് ആ പൂവ് നിഷ്പ്രയാസം കൊണ്ടുവരാം. ഇത് കേട്ട് സ്വർണപക്ഷി ചിന്തിച്ചിട്ട് പറഞ്ഞു, ശരി, ഞാൻ ആ പൂവുമെടുത്ത് ഇപ്പോൾ തന്നെ ഇവിടെ വരാം. ഇത് കേട്ട് ബാക്കി 2 പക്ഷികളും സന്തോഷിച്ചു. നീലുപക്ഷി ടീനുപക്ഷിക്ക് തുണയായിരുന്നു. സ്വർണപക്ഷി കരിമലയിലേക്കും പറന്നുപോയി. വഴി വളരെ വലുതായിരുന്നു. കുറെ ദൂരം പറന്നുപോയപ്പോൾ സ്വർണപക്ഷി കണ്ടു തികച്ചും അവളെപ്പോലെ തന്നെയുള്ള മറ്റൊരു പക്ഷി ആകാശത്ത് പറക്കുന്നത്. സ്വർണപക്ഷി അവളെ ഒരു ഞെട്ടലോടെ നോക്കി. എന്തുകൊണ്ടെന്നാൽ തന്നെ പോലെയുള്ളൊരു മറ്റൊരു പക്ഷിയെ അവൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അവൾ അതിന്റെ അടുത്തുപോയി അതിന്റെ കൂടെ തന്നെ പറന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്റെ പേര് സ്വർണപക്ഷി എന്നാ. നിന്നെ കാണാൻ എന്നെപ്പോലെ ഉണ്ടല്ലോ. നിന്നെ ഇവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ലല്ലോ. എവിടുന്നാ വന്നത്? എന്റെ പേരും സ്വർണപക്ഷി എന്നാ. ഇത് കേട്ട് സ്വർണപക്ഷി അവളോടെല്ലാം പറഞ്ഞു. അത് കേട്ട് അവൾ പറഞ്ഞു, നീയൊരു സ്വർണപക്ഷിയായിട്ട് ഒരു സാധാരണ പക്ഷിയാണോ ചങ്ങാതി? അവർക്ക് വേണ്ടി നീ സുവർണ പുഷ്പം എടുക്കാൻ പോകുന്നോ? അതുകൊണ്ടെന്താ? നമ്മൾ രണ്ടും സ്വർണപക്ഷിയാ. ഈ കാട്ടിലെ സുന്ദരി പക്ഷികൾ. നമ്മൾ തമ്മിൽ മാത്രമേ സുഹൃത്തുക്കളാവാൻ പാടുള്ളൂ. ആ സാധാരണപ്പെട്ട പക്ഷികൾക്ക് നമ്മളുടെ സുഹൃത്താവാൻ അർഹതയില്ല. ആ പക്ഷി സ്വർണപക്ഷിയോട് അതും ഇതുമെല്ലാം പറഞ്ഞപ്പോൾ അത് കേട്ട് അവൾക്ക് അഹങ്കാരം വന്നു. മറുവശത്താണെങ്കിൽ ടീനുപക്ഷിയും നീലുപക്ഷിയും സ്വർണപക്ഷി വരാനായി കാത്തിരുന്നു. രാവിലെ ആയപ്പോഴും സ്വർണപക്ഷിയുടെ ഒരു വിവരവുമില്ല. നീലു ടീനുവിനോട് പറഞ്ഞു താൻ സ്വർണപക്ഷിയെ നോക്കിയിട്ട് വരാമെന്ന്. നീലു അവളെ അവിടെ വിട്ട് മുകളിലേക്ക് പറന്നു. കുറെ പറന്നുപോയപ്പോൾ അവൾ 2 സ്വർണപക്ഷികൾ ഒരുമിച്ച് പറക്കുന്നത് കണ്ടു. അവൾ പിന്നാലെ പോയി. പിന്നെ അവൾ അടുത്തുപോയി സ്വർണപക്ഷിയോട് സംസാരിക്കാനും തുടങ്ങി. സ്വർണപക്ഷി, നീ ടീനുപക്ഷിക്ക് സുവർണപുഷ്പം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഇവിടെ എന്തു ചെയ്യുവാ? ക്ഷമിക്കണം, ഇനി നിങ്ങൾ എന്റെ സുഹൃത്തുക്കളെ അല്ല. ഇനി എന്റെ സുഹൃത്ത് എന്റെ കൂടെ പറക്കുന്ന ഈ സ്വർണപക്ഷിയാണ്. നിനക്ക് നിന്റെ സൗന്ദര്യത്തിൽ അഹങ്കാരം വന്നിരിക്കുക. കുഴപ്പമില്ല, നീ കൊണ്ടുവരില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ തനിച്ചു പോയി ആ പൂവെടുത്തു കൊണ്ടുവരാം. ഇങ്ങനെ പറഞ്ഞ നീലുപക്ഷി മലയ്ക്ക് നേരെ പറന്നുപോയി. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ചുണ്ടിൽ സുവർണ പുഷ്പവും എടുത്ത് ടീനുവിന്റെ അടുത്തേക്ക് പോയി. നീലുപക്ഷി ഇത് കണ്ട് സന്തോഷിച്ചു. അവൾ ചോദിക്കാൻ തുടങ്ങി, എടി നീലു, നീ തനിച്ചാണോ പൂവെടുത്തുകൊണ്ട് വന്നത്? സ്വർണപക്ഷി എവിടെ പോയി? ഇത് കേട്ട് നീലുപക്ഷി ചുണ്ടിലുള്ള സുവർണ പുഷ്പം താഴെയിട്ട് പറഞ്ഞു, നീ ആദ്യം ഈ പൂവ് കഴിച്ച് നിന്റെ വേദന മാറ്റ്, എന്നിട്ട് ഞാൻ പറയാം. ടീലു ആ പൂവിന്റെ ചില ഇതളുകൾ കഴിച്ചു. അത് കഴിച്ചതും ടീലുപക്ഷിയുടെ വേദന അപ്പോൾ തന്നെ മാഞ്ഞുപോയി. അവൾക്കിപ്പോൾ നന്നായി ചിറകടിക്കാം. നിനക്ക് ഒരുപാട് നന്ദി എന്റെ സുഹൃത്തേ. ഇപ്പോൾ നീ പറ, സ്വർണപക്ഷി എവിടെ പോയി? ഇത് കേട്ട് നീലു അവളോടെല്ലാ കാര്യവും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൾ വല്ലാതെയായി.
ഇനി സ്വർണ പക്ഷിയുമായി ഒരു സൗഹൃദവും വേണ്ട എന്നവർ തീരുമാനിച്ചു. മറുവശത്ത് സ്വർണപക്ഷി പുതിയ സുഹൃത്തുമായി സന്തോഷത്തിലായിരുന്നു. അവർ ദിവസം മുഴുവനും ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. രണ്ടുപേരും മറ്റു കിളികളുമായി സംസാരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ചിന്തയിൽ മറ്റൊരു പക്ഷികളും അവരോട് കൂട്ടുകൂടാൻ അർഹരല്ലെന്നാണ്. ഒരിക്കൽ കാട്ടിൽ നന്നായി മഴ പെയ്തു. രണ്ടു പക്ഷികളും വേഗം ഒരു മരത്തിന്റെ മുകളിലും പോയിരുന്നു. പെട്ടെന്ന് നല്ലൊരു കാറ്റടിച്ചപ്പോൾ ആ മരത്തിലെ ഒരു പച്ച ഇല സ്വർണപക്ഷിയുടെ മുകളിൽ വീണു. അവളപ്പോൾ തറയിലുണ്ടായിരുന്ന ചെളിക്കുഴിയിൽ വീണു. ഇപ്പോൾ മഴ അവസാനിച്ചിരുന്നു. എന്നാൽ സ്വർണപക്ഷി പൂർണ്ണമായും ചെളിക്കുഴിയിൽ അകപ്പെട്ടിരുന്നു. അവളുടെ ചിറകുകൾ അകപ്പെട്ടിരുന്നു. നീ മുകളിലിരുന്ന് എന്താ നോക്കുന്നത്? വന്നെന്നെ സഹായിക്കേ. ഇത് കേട്ട് പുതിയ സ്വർണപക്ഷി താഴെ വന്നു. എന്നാൽ കാലുകൾ നിലത്ത് വെക്കാതെ അവൾ പറഞ്ഞു, ഇപ്പോൾ നിന്നെ കാണാൻ ഒരു കാശിനും കൊള്ളില്ല. എപ്പോൾ മുതൽ നിന്റെ സുവർണ നിറം നഷ്ടമായോ അപ്പോൾ മുതൽ എന്റെ സുഹൃത്താവാൻ നിനക്ക് അർഹതയില്ല. ഞാൻ ഇപ്പോഴും അങ്ങനെയാ. എന്നാൽ പറക്കാൻ പറ്റുന്നില്ല. നീ എനിക്ക് കുറച്ച് വെള്ളം തന്ന് സഹായിച്ചാൽ ഞാൻ വീണ്ടും എന്റെ സുവർണ നിറത്തിലോട്ട് തന്നെ മാറും. നീ ഇപ്പോൾ അതിന് എന്റെ സുഹൃത്തേ അല്ലല്ലോ. പിന്നെന്തിനാ ഞാൻ നിനക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരുന്നത്? ആർക്കറിയാം, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും നിന്റെ സൗന്ദര്യം തിരിച്ചു കിട്ടി നീ പഴയതുപോലെ ആകുമെന്ന്. ഞാനതുകൊണ്ട് പോവുക. ഇങ്ങനെ പറഞ്ഞത് പറന്നുപോയി. അപ്പോൾ സ്വർണപക്ഷിക്ക് തന്റെ പഴയ കൂട്ടുകാരെ ഓർമ്മ വന്നു. എന്നാൽ അതിന്റെ ചിറകുകൾ അകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് പറക്കാൻ പറ്റില്ല. ഒരുപാട് നേരം വരെ അവൾ ഈ അവസ്ഥയിൽ തറയിൽ തന്നെ കിടന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ നീലുപക്ഷിയും ടീലുപക്ഷിയും അതുവഴി പറന്നു വന്നു. അവർ അവളെയും കണ്ടു. അവളെ കണ്ട് രണ്ടുപേരും അവളുടെ അടുത്തേക്ക് പോയി. അയ്യോ, നീ എങ്ങനെയാ ഈ ചെളിക്കുഴിയിൽ അകപ്പെട്ടത്? നീ എങ്ങനെ ഇതിൽ വീണു? ടീനുപക്ഷി, നീലുപക്ഷി, നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ സ്വർണപക്ഷിയാ. എന്നാലും നിനക്കെങ്ങനെ ഈ അവസ്ഥ വന്നു? നിന്റെ കൂട്ടുകാരി എവിടെ പോയി? ഇത് കേട്ട് സ്വർണപക്ഷി മാപ്പും ചോദിച്ച് അവരോടെല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീലുപക്ഷി പറഞ്ഞു, അഹങ്കാരത്തിലായിരുന്ന നിനക്കിപ്പോൾ മനസ്സിലായോ? ഞങ്ങൾക്ക് നിന്റെ അത്ര സൗന്ദര്യമില്ല അല്ലേ? സംസാരിക്കാൻ പോലും അർഹരല്ല അല്ലേ? ഇപ്പോൾ കണ്ടോ എവിടെ അവൾ? ഇപ്പോൾ നിനക്ക് അർഹത മനസ്സിലായോ? ഞാൻ വളരെ വലിയ തെറ്റ് ചെയ്തു. ഇനി ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ കുറവായി കാണില്ല. ഇത് കേട്ട് നീലുപക്ഷിയും ടീലുപക്ഷിയും ഒരു ചെറിയ മരക്കഷ്ണം എടുത്തുകൊണ്ടുവന്ന് സ്വർണപക്ഷിയോട് അവർ അതിൽ മുറുകെ കടിക്കാൻ പറഞ്ഞു. എപ്പോൾ സ്വർണപക്ഷി ആ വിറകിൽ ശക്തിയായി കടിച്ചോ ആ വിറകിന്റെ രണ്ടു വശത്തായി നീലുപക്ഷിയും ടീലുപക്ഷിയും തന്റെ കാലുകൾ കൊണ്ട് മുറുകെ പിടിച്ച് അവളെയും കൊണ്ട് ആകാശത്തേക്ക് പറന്നു. കുളത്തിന്റെ അടുത്ത് വന്നപ്പോൾ അവളെ അവർ വെള്ളത്തിൽ മുക്കി. പിന്നെ വീണ്ടും അവളെ മുകളിലേക്ക് പൊക്കി. ഇങ്ങനെ ചെയ്തപ്പോൾ അവളുടെ ശരീരത്തിലും ചിറകിലും ഉണ്ടായിരുന്ന ചെളിയെല്ലാം പോയി. അവൾക്ക് വീണ്ടും സൗന്ദര്യം തിരിച്ചു കിട്ടി. പറക്കാനും തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടുപേരുടെയും കൂടെ അവളും പോയി. അവർ ഒരുമിച്ച് കളിക്കുകയും ചെയ്തു.